പോണത് എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തരുടെ ഉപദേശങ്ങൾ അവർ നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ ഉപദേശിക്കും. എന്നാൽ അവർ ഈ ഉപദേശിക്കുന്നവർ എങ്ങനെ ജീവിക്കണമെന്ന് നോക്കിയാൽ അത് അതിനെക്കാട്ടിലും അപ്പുറത്തായിരിക്കും. അതാണ് അതിനെക്കാട്ടിലും കഷ്ടം. ഇന്നെല്ലാം അങ്ങനെയാണ്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ് ജീവിക്കുന്നത്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ജീവിതം നമുക്കുള്ളതാണ്. നമ്മൾ എന്തിനാണ് ജനിച്ചിരിക്കുന്നത്? നമ്മൾ ഈ ഭൂമിക്ക് പാറമില്ലാതെ ജീവിക്കണം എന്ന് വെച്ചാൽ ഭൂമിക്ക് പാറാവരുത്. നമ്മൾ ജനിച്ച് വന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ജീവിതം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടത്. നമ്മളിവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പോകണില്ല. എൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാനുള്ളതാണ്. എന്നാൽ കൊണ്ടുപോകുന്ന സ്വത്തുണ്ട്. എന്താരും പറയുന്നത് നമ്മളിവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പോകണില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകണില്ല എന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ. അങ്ങനെയില്ല. നമ്മൾ കൊണ്ടുപോകേണ്ട സ്വത്തുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോകും. എന്താണെന്ന് അറിയാമോ? നമ്മൾ ചെയ്ത നന്മ. ആർക്കൊക്കെ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്ന സ്വത്താണ്. നമ്മൾ നന്മയിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത്. അത് വേറൊരു സത്യം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ച് വലിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് എനിക്ക് മറ്റുള്ളവരെ ഈ പറ്റിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കണം. ഇതാണ് യഥാർത്ഥ ഉള്ള ജീവിതം. ഇതിൻ്റെ പ്രത്യേകത ഞാനിപ്പം പറയണമെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മളെ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഭാര്യ